ബംഗ്ലാദേശിൽ സംവരണ പ്രശ്നത്തിന്റെ പേരിൽ തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭം വർഗീയ ലഹളയായി മാറിക്കഴിഞ്ഞു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ബുദ്ധമത വിശ്വാസികളെയും ഒക്കെ ആക്രമിക്കുന്നു, കൊല്ലുന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു. ഇവർക്കൊന്നും പിന്നെ ഈ കൊല്ലും പീഡനവുമല്ലാതെ വേറെ ഒന്നും അറിയില്ലല്ലോ. പ്രക്ഷോഭം തുടരുന്ന ബംഗ്ലാദേശിൽ അക്രമികൾ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഷ്റഫി മൊർതാസയുടെ വീടിന് തീവെച്ചു. മൊർതാസയുടെ നരയിലെ വീടാണ് ആക്രമണത്തിനിരയായത്. രാജിവെച്ച് രാജ്യം വിട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് മൊർതാസ. അക്രമം നടക്കുമ്പോൾ മൊർതാസ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെയാണ് പ്രക്ഷോഭകാരികൾ അദ്ദേഹത്തിന്റെ വീടിന് നേരെ തിരിഞ്ഞത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നാണ് റിപ്പോർട്ട്. സംഭവത്തിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കരുതിയിരിക്കുക, നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതിൽ പലരും ബംഗ്ലാദേശികളാണ് എന്ന കാര്യം മറക്കരുത്. ഇസ്ലാമിക രാജ്യമായ ബംഗ്ലാദേശിന്റെ പ്രസിഡന്റ് രക്ഷപ്പെട്ടോടിയത് 110 കോടി ഹിന്ദുക്കൾ ജീവിക്കുന്ന ഭാരതത്തിലേക്കാണ്. അതുപോലെ രാഷ്ട്രീയ അഭയത്തിനായി അവർ ആശ്രയിക്കുന്നത് ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായ ബ്രിട്ടനെയാണ്, അല്ലാതെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്തെയല്ല. ആ സുരക്ഷിതത്വം നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നുപോലും കിട്ടില്ല എന്ന കാര്യം മറക്കരുത്. ബംഗ്ലാദേശ് കലാപ വാർത്തകൾക്കിടയിൽ വരുന്ന ഇമോജികളും കമന്റുകളും ഒന്ന് വായിച്ചാൽ അക്കാര്യം മനസ്സിലാകും. ബംഗ്ലാദേശിന്റെ അതിർത്തി കാക്കാൻ മാത്രമേ സർക്കാരിന് കഴിയൂ. അകത്തുള്ള തീവ്രവാദികളെ പുറത്താക്കാൻ പറ്റില്ല എന്ന കാര്യം മറക്കാതിരിക്കുക. കണ്ണും കാതും തുറന്നിരിക്കുക. ഒരു പട്ടാളക്കാരന്റെ മനസ്സോടെ രാജ്യത്തിനായി ഒന്നിച്ചു നിൽക്കുക. അതെ നമുക്കിപ്പോൾ ചെയ്യാനുള്ളൂ. ഷെയ്ഖ് ഹസീനയുടെ പലായനത്തെ തുടർന്ന് അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ബംഗ്ലാദേശിൽ ഇന്ത്യയുടെ എല്ലാ വിസ ആപ്ലിക്കേഷൻ സെന്ററുകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ സെന്ററുകൾ അടച്ചിടും. വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള അടുത്ത തീയതി SMS അറിയിക്കും. അതിന്റെ അടുത്ത പ്രവൃത്തി ദിവസം വന്ന് പാസ്പോർട്ട് വാങ്ങാമെന്നും അറിയിപ്പിൽ പറഞ്ഞു. ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന രാഷ്ട്രീയ പ്രക്ഷോഭത്തിലും പലായനം ചെയ്യേണ്ടി വന്ന മാതാവിനെ കാണാൻ സാധിക്കാത്തതിലുമുള്ള ദുഃഖം രേഖപ്പെടുത്തി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകൾ രംഗത്തെത്തി. ലോകാരോഗ്യ സംഘടനയുടെ തെക്കുകിഴക്കൻ ഏഷ്യ ഡിവിഷന്റെ റീജിയണൽ ഡയറക്ടറാണ് സൈമ. ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ നഷ്ടമായത് ഏറെ വേദനിപ്പിക്കുന്നു. ഈ വിഷമഘട്ടത്തിൽ എന്റെ മാതാവിനെ ഒന്ന് കാണാനോ ചേർത്തു പിടിക്കാനോ കഴിയാത്തത് അതിലേറെ ഹൃദയഭേദകവും. ഷെയ്ഖ് ഹസീനയുടെ മകൾ സൈമ വസീദ് എക്സിൽ കുറിച്ചതാണിത്. ഹസീനയ്ക്ക് ബംഗ്ലാദേശ് വിടാൻ താല്പര്യമില്ലായിരുന്നു എന്ന് മകൻ സജീബ് വാസിദ് പറഞ്ഞു. ധാക്കയിൽ നിന്ന് പലായനം ചെയ്യണമെന്ന് കുടുംബം അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ആൾക്കൂട്ടം കൊല്ലുമെന്ന് അമ്മയോട് പറഞ്ഞതായും സജീബ് വാസിദ് പറഞ്ഞു. അതേസമയം രണ്ടാം വിജയദിനം സാധ്യമാക്കിയ ധീര വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുന്നതായി ഇടക്കാല സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഹമ്മദ് യൂനുസ് പാരീസിൽ നിന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു. സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ ജനങ്ങളെ അഭിനന്ദിക്കുന്നു. വിജയത്തിന്റെ ശോഭ കെടുത്തുന്ന തെറ്റുകൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം സമാധാനം പാലിക്കാനും അക്രമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. സർക്കാരിലുള്ള വിശ്വാസം വീണ്ടെടുക്കുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഇടക്കാല സർക്കാരിന്റെ കാലാവധിക്ക് ശേഷം അധികാരത്തിൽ തുടരാനോ ആഗ്രഹിക്കുന്നില്ല. പുതിയ തെരഞ്ഞെടുപ്പിനും നേതൃത്വത്തിനുമുള്ള കർമ്മപദ്ധതി തയ്യാറാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.